നമസ്കാരം. അമ്മ മലയാളം ചാനലിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് CBSE 12ാം ക്ലാസ് മലയാളം പരീക്ഷാ സഹായിയിൽ കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗത്തിലെ വരികളുടെ ആശയവും MCQവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠം കണ്ണാടി കാൺമോളവും. എഴുതിയത് എഴുത്തച്ഛൻ. മലയാള ഭാഷാ പിതാവ് എന്ന് സാഹിത്യ ചരിത്രം ആദരിക്കുന്ന കാവ്യഗുരുവാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവത്തിലെ ശകുന്തളോപാഖ്യാനം എന്ന ഭാഗത്ത് നിന്നാണ് കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗത്തിലെ വരികൾ എടുത്തിട്ടുള്ളത്. ഇനി പാഠസന്ദർഭം എന്താണെന്ന് നോക്കാം. ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്ന് കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്തുള്ളത്. ശകുന്തള ദുഷ്യന്തന്മാരുടെ കഥ കേട്ടാലോ? ഭാരതീതിഹാസമായ മഹാഭാരതത്തിലെ പ്രസിദ്ധരായ കഥാപാത്രങ്ങളാണ് ദുഷ്യന്തനും ശകുന്തളയും. വിശ്വാമിത്ര മഹർഷിയുടെയും സ്വർഗലോകത്തിലെ അപ്സരസായ മേനകയുടെയും പുത്രിയാണ് ശകുന്തള. ജനിച്ചപ്പോൾ തന്നെ അച്ഛനമ്മമാർ ഉപേക്ഷിച്ചു പോയ ശകുന്തളയെ കണ്ണു മഹർഷിയാണ് എടുത്തു വളർത്തിയത്. ഒരിക്കൽ നായാട്ടിനിടയിൽ കണ്ണാശ്രമത്തിലെത്തിയ ഹസ്തിനപുരത്തിലെ ദുഷ്യന്ത മഹാരാജാവ് യുവതിയും സുന്ദരിയുമായ ശകുന്തളയെ കാണുകയും അനുരാഗബദ്ധരായി തീർന്ന അവർ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ ചതുരംഗ സൈന്യവുമായി വന്ന് അവളെ രാജകൊട്ടാരത്തിലേക്ക് ആനയിക്കുമെന്ന് വാക്കുകൊടുത്ത് ദുഷ്യന്തൻ തിരികെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. എന്നാൽ കൊട്ടാരത്തിലെത്തിയ ദുഷ്യന്ത മഹാരാജാവ് ഭരണകാര്യങ്ങളിലും മറ്റും മുഴുകി ശകുന്തളയുടെ കാര്യം മറന്നുപോകുന്നു. ശകുന്തള ഒരു പുത്രന് ജന്മം നൽകുന്നു. പിന്നീട് കണ്ണുമഹർഷി ശകുന്തളയെയും കുട്ടിയെയും കൊട്ടാരത്തിലേക്ക് അയക്കുന്നു. മകനായ സർവദമനനോടൊപ്പം ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെത്തിച്ചേർന്ന ശകുന്തളയെ പൂർവ്വബന്ധം മറന്നുപോയ രാജാവ് അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവളെ കഠിനമായി പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതിന് ഉചിതമായ മറുപടി നൽകുന്ന ശകുന്തള ഭർതൃഗൃഹത്തിൽ നിന്ന് പരിത്യക്തയാകുമെന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് അശരീരി ഉണ്ടാകുന്നത്. നിന്റെ പുത്രനെ സ്വീകരിക്കുക, ദേവസ്ത്രീക്ക് തുല്യായ ശകുന്തളയെയും സംരക്ഷിച്ചു കൊള്ളുക, ഇവൻ ഭരതനെന്ന് അറിയപ്പെടും എന്ന് ദേവന്മാർ അരുളി ചെയ്യുന്നു. അതോടെ രാജാവിൻ്റെ ആശങ്ക നീങ്ങുകയും ശകുന്തളയെയും പുത്രനെയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശകുന്തള ഭർത്താവിനോടും പുത്രനോടുമൊപ്പം സസന്തോഷം ഹസ്തിനപുരത്തിൽ വാഴുന്നു. ശകുന്തള ദുഷ്യന്തന്മാരുടെ പുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് രാജ്യത്തിന് ഭാരതം എന്ന പേര് കിട്ടിയതും മേലും കീഴുമിഴും ഭൂപർ ഭരതന്മാർ എന്നറിയപ്പെടാൻ ഇടയായതുമായ പൂർവ്വകഥ വൈശമ്പായനൻ ജനമേജയന് വിവരിച്ചു കൊടുക്കുന്നതാണ് ശകുന്തളോപാഖ്യാനത്തിലെ പ്രസ്തുത കഥ. ദുഷ്യന്തൻ്റെ സദ്ഭരണം, നായാട്ട്, കണ്ണു തപോവന വർണ്ണന, മേനകാ പ്രേക്ഷണം, ശകുന്തളയുടെ ജനന കഥ, ഗാന്ധർവ വിവാഹം, ശകുന്തളയെ സ്വീകരിക്കൽ എന്നിവയാണ് വ്യാസഭാരതത്തിലുള്ളത്. എഴുത്തച്ഛൻ സാമാന്യമായി വ്യാസഭാരതത്തെ പിന്തുടരുകയായിരുന്നു. ഇനി നമുക്ക് കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗത്തിലെ വരികൾ നോക്കാം. ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്ന് കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം. ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ പുത്രനായ സർവദമനനോടൊപ്പം ക്ഷണിക്കാതെ വന്നെത്തിയ ശകുന്തളയോട് രാജാവ് ഇപ്രകാരം പറയുന്നു. സ്ത്രീകൾ വലിയ ധാർഷ്ട്യമുള്ളവരാണെന്ന്, അതായത് അഹങ്കാരികളാണെന്ന്, അതായത് ഇല്ലാത്ത വലിപ്പം ഭാവിക്കുന്നവരാണെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരക്കാരെ മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് ശകുന്തളയിലൂടെ തനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് ശകുന്തള അഹങ്കാരിയാണെന്നാണ് ദുഷ്യന്തൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്ന് കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം. ഇവിടെ സൂചിപ്പിക്കുന്ന നാരി, നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ, ആരാണ്? ഓപ്ഷൻ എ മേനക, ഓപ്ഷൻ ബി ശീലാവതി, ഓപ്ഷൻ സി ശകുന്തള, ഓപ്ഷൻ ഡി ദമയന്തി. ഉത്തരം ഓപ്ഷൻ സി ശകുന്തള. രണ്ടാമത്തെ ചോദ്യം, കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ എ ബാഹുകൻ, ഓപ്ഷൻ ബി ദുഷ്യന്തൻ, ഓപ്ഷൻ സി ഭരതൻ, ഓപ്ഷൻ ഡി കണ്വൻ. ഉത്തരം ഓപ്ഷൻ ബി ദുഷ്യന്തൻ.
എന്തിനെക്കുറിച്ചാണ് കേട്ടുകേൾവി? എ. കുലീനത, ബി. അലസാലാപം, സി. പരദോഷം, ഡി. ധാർഷ്ട്യം. എന്തായിരിക്കും ഉത്തരം? ഓപ്ഷൻ ഡി ധാർഷ്ട്യം അല്ലേ? ഇതു പറഞ്ഞ സന്ദർഭം ഏതാണ്? ഓപ്ഷൻ എ കൊട്ടാരത്തിലെത്തിയപ്പോൾ, ഓപ്ഷൻ ബി ആശ്രമത്തിൽ വെച്ച് കണ്ടപ്പോൾ, ഓപ്ഷൻ സി വിവാഹവേളയിൽ, ഓപ്ഷൻ ഡി ശാപം കിട്ടിയപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ കൊട്ടാരത്തിലെത്തിയപ്പോൾ. നാലാമത്തെ ചോദ്യം. ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേർന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ദേവലോകത്തിൽ, ഓപ്ഷൻ ബി വനത്തിൽ, ഓപ്ഷൻ സി ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ, ഓപ്ഷൻ ഡി നാഗലോകത്തിൽ. ഉത്തരം ഓപ്ഷൻ സി ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ. അടുത്ത വരികൾ നോക്കാം. കുലടയായ നീ വന്നെന്നോടു കുലീനയെന്ന് അലസാലാപം ചെയ്തതഖിലം അലമലം. കുലടയായ, അതായത് മോശപ്പെട്ടവളായ നീ, അതായത് ശകുന്തള ഇവിടെ വന്ന് എന്നോട്, അതായത് ദുഷ്യന്തനോട് കുലീനയെ പോലെ സംസാരിക്കുന്നത് മതിയാക്കുക. വ്യഭിചാരിണിയായ ശകുന്തള കൊട്ടാരത്തിൽ വന്ന് കുലസ്ത്രീയെ പോലെ സംസാരിക്കുന്നത് നിർത്താൻ ദുഷ്യന്തൻ ആവശ്യപ്പെടുന്നു. അലസാലാപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേറെ ജോലി ഇല്ലാതിരുന്ന് വല്ലതും പറയുക. അപ്പോൾ മോശപ്പെട്ടവളായ ശകുന്തള ഇവിടെ വന്ന് തന്നോട് കുലീനയെ പോലെ സംസാരിക്കുന്ന മതിയാക്കുവാനാണ് ദുഷ്യന്തൻ ആവശ്യപ്പെടുന്നത്. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്തതഖിലം അലമലം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ ചോദ്യം, കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്തതഖിലം അലമലം. ഇവിടെ കുലട എന്ന് വിളിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ശകുന്തളയെ, ഓപ്ഷൻ ബി മേനകയെ, ഓപ്ഷൻ സി ദമയന്തിയെ, ഓപ്ഷൻ ഡി കേശിനിയെ. ഉത്തരമേതാണ്? ഓപ്ഷൻ എ ശകുന്തളയെ. ആരാണ് ഇങ്ങനെ വിളിച്ചത്? ഓപ്ഷൻ എ ബാഹുകൻ, ഓപ്ഷൻ ബി ഉഗ്രതപസ്, ഓപ്ഷൻ സി ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി കൗശികൻ. ഉത്തരമേതാണ്? ഓപ്ഷൻ സി ദുഷ്യന്തൻ. ഇവിടെ ശകുന്തളയെ കുലട എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻ എ അഹങ്കാരിയായതിനാൽ, ഓപ്ഷൻ ബി വിളിക്കാതെ വന്നതിനാൽ, ഓപ്ഷൻ സി മാതാപിതാക്കളാൽ പരിത്യക്തയായതിനാൽ, ഓപ്ഷൻ ഡി കോകിലനാരിയായതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി വിളിക്കാതെ വന്നതിനാൽ. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്തതഖിലം അലമലം. കുലടയായ സ്ത്രീയാണ്, ചീത്ത സ്ത്രീയാണ്, വിളിക്കാതെ പലയിടത്തും കയറി ചെല്ലുന്ന വ്യഭിചാരിണിയായ സ്ത്രീയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വരികളിൽ തെളിയുന്ന ഭാവം എന്ത്? ഓപ്ഷൻ എ ആശ്ചര്യം, ഓപ്ഷൻ ബി ആക്ഷേപം, ഓപ്ഷൻ സി സങ്കടം, ഓപ്ഷൻ ഡി കരുണ. ഉത്തരം ഓപ്ഷൻ ബി ആക്ഷേപം. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ ഉവന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടുവോളം, പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം, നിന്നിനിക്കാലം കളഞ്ഞീടായിക വെറുതെ നീ. പണം മോഹിച്ചാണ് ശകുന്തള കൊട്ടാരത്തിലെത്തിയതെങ്കിൽ സ്വർണവും രത്നങ്ങളും മുത്തുകൊണ്ടുള്ള ആഭരണങ്ങളും മനോഹരമായ പട്ടുവസ്ത്രങ്ങളും ഉവന്ന്, സ്നേഹത്തോടുകൂടി, ഉവന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹത്തോടുകൂടി വേണ്ടുവോളം നൽകാം. അവ വാങ്ങി സമയം കളയാതെ അവൾക്കിഷ്ടമുള്ളിടത്തേക്ക് പൊയ്ക്കൊള്ളണം. വെറുതെ അവിടെ നിന്ന് സമയം പാഴാക്കേണ്ടതില്ലെന്നും അവളെപ്പോലുള്ള ചീത്ത സ്ത്രീകൾക്ക് പറ്റിയ സ്ഥലമല്ല കൊട്ടാരമെന്നും ദുഷ്യന്തൻ വ്യക്തമാക്കുന്നു. ഇത്തരം കഠിനമായ വാക്കുകളിലൂടെ ശകുന്തളയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുകയാണ് ദുഷ്യന്തൻ ചെയ്യുന്നത്. ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ ഉവന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടുവോളം, പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം, നിന്നിനിക്കാലം കളഞ്ഞീടായിക വെറുതെ നീ. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ കണ്വൻ ശകുന്തളയോട്, ഓപ്ഷൻ ബി വിശ്വാമിത്രൻ മേനകയോട്, ഓപ്ഷൻ സി ദുഷ്യന്തൻ ശകുന്തളയോട്, ഓപ്ഷൻ ഡി ശകുന്തള ദുഷ്യന്തനോട്. ഉത്തരം ഓപ്ഷൻ സി ദുഷ്യന്തൻ ശകുന്തളയോട്. അടുത്ത ചോദ്യം, ഈ വരികൾ ഉൾക്കൊള്ളുന്ന കൃതി ഏതാണ്? ഓപ്ഷൻ എ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഓപ്ഷൻ ബി മഹാഭാരതം കിളിപ്പാട്ട്, ഓപ്ഷൻ സി ഹരിനാമ കീർത്തനം, ഓപ്ഷൻ ഡി 24 വൃത്തം. ഉത്തരം ഓപ്ഷൻ ബി മഹാഭാരതം കിളിപ്പാട്ട്. മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവത്തിലെ ശകുന്തളോപാഖ്യാനത്തിലെ വരികളാണ് കണ്ണാടി കാൺമോളും എന്ന പാഠഭാഗം. നിന്നിനിക്കാലം കളഞ്ഞീടായിക വെറുതെ നീ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ വിശ്വാമിത്രൻ, ഓപ്ഷൻ ബി കണ്വൻ, ഓപ്ഷൻ സി ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി നളൻ. ഉത്തരം ഓപ്ഷൻ സി ദുഷ്യന്തൻ.
നീ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ദമയന്തിയെ, ഓപ്ഷൻ ബി ശകുന്തളയെ, ഓപ്ഷൻ സി കേശിനിയെ, ഓപ്ഷൻ ഡി കാട്ടാളത്തിയെ. ഉത്തരം ഓപ്ഷൻ ബി ശകുന്തളയെ. അടുത്ത വരികൾ നോക്കൂ. കോകില നാരി പോലെ നീ പരഹൃദയല്ലോ, പോക വൈകാതെ നിന്നെ കാൺകയിൽ ഇച്ഛയില്ല. കുയിലിനെ പോലെ കാപട്യം പ്രവർത്തിക്കുന്ന നീ ഉടനെ ഇവിടെ നിന്ന് പോവുക. നിന്നെ കാണാൻ എനിക്ക് അല്പം പോലും താല്പര്യമില്ല എന്ന് ദുഷ്യന്തൻ വളരെ പരുഷമായി ശകുന്തളയോട് പറയുന്നു. കുയിൽ പെണ്ണിനെ പോലെ ശകുന്തള പരഹൃദയാണ്, അതായത് അന്യനാൽ വളർത്തപ്പെട്ടവളാണ്. അച്ഛനമ്മമാർ ഉപേക്ഷിച്ചു പോയ ശകുന്തളയെ ഏറ്റെടുത്ത് വളർത്തിയത് കണ്ണുമഹർഷിയാണല്ലോ. ഇവിടെ ശകുന്തളയുടെ പിതൃത്വത്തെ ആക്ഷേപിക്കുകയാണ് ദുഷ്യന്തൻ ചെയ്യുന്നത്. കുയിൽ മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ്. അടയിരുന്ന് മുട്ട വിരിയിച്ച് ചെറിയ കുയിൽ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത് കാക്കയാണ്. കുയിലിൻ്റെ ശബ്ദമാധുര്യം പ്രസിദ്ധമാണല്ലോ. സ്വന്തം കുട്ടിയെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്ന ശീലവും കുയിലിനുണ്ട്. മറ്റാരുടെയോ കുട്ടിയെ മധുരമായി സംസാരിച്ച് തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ചീത്ത സ്ത്രീയാണ് ശകുന്തള എന്നാണ് ഈ വാക്കുകൾ കൊണ്ട് ദുഷ്യന്തൻ അർത്ഥമാക്കുന്നത്. ശകുന്തള കുലടയാണെന്ന് മാത്രമല്ല, അവളുടെ മാതാപിതാക്കളും മോശക്കാരാണ് എന്ന ധ്വനി ഇവിടെയുണ്ട്. കോകില നാരി പോലെ എന്ന് ശകുന്തളയെ ഉപമിച്ചിരിക്കുന്നത് കുറുക്കിക്കൊള്ളുന്ന പ്രയോഗമാണ്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. കോകില നാരി പോലെ നീ പരഹൃദയല്ലോ, കോകില നാരി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ദമയന്തിയെ, ഓപ്ഷൻ ബി കേശിനിയെ, ഓപ്ഷൻ സി മേനകയെ, ഓപ്ഷൻ ഡി ശകുന്തളയെ. ഉത്തരം ഓപ്ഷൻ ഡി ശകുന്തളയെ. ആരാണ് ഇപ്രകാരം വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ നളൻ, ഓപ്ഷൻ ബി വിശ്വാമിത്രൻ, ഓപ്ഷൻ സി ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി പണ്ഡിതൻ. ഉത്തരം ഓപ്ഷൻ സി ദുഷ്യന്തൻ. പരഭൃത എന്ന വാക്കിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ഓപ്ഷൻ ബി അന്യനാൽ വിവാഹം ചെയ്യപ്പെട്ടവൾ, ഓപ്ഷൻ സി അന്യനാൽ വളർത്തപ്പെട്ടവൾ, ഓപ്ഷൻ ഡി അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ. ഉത്തരം ഓപ്ഷൻ സി അന്യനാൽ വളർത്തപ്പെട്ടവൾ. ശകുന്തളയെ പരഭൃതയെന്ന് ആക്ഷേപിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻ എ നന്നായി പാടുന്നതിനാൽ, ഓപ്ഷൻ ബി കണ്ണുമഹർഷിയാൽ വളർത്തപ്പെട്ടതിനാൽ, ഓപ്ഷൻ സി രാജാവിനെ വിവാഹം കഴിച്ചതിനാൽ, ഓപ്ഷൻ ഡി കുയിലിനെ പോലെ പെരുമാറുന്നതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി കണ്ണുമഹർഷിയാൽ വളർത്തപ്പെട്ടതിനാൽ. ശകുന്തളയെ അധിക്ഷേപിക്കാൻ ദുഷ്യന്തൻ പറയുന്ന വാക്കുകൾ ഏതാണ്? ഓപ്ഷൻ എ മത്തേഭം പാംസസ്നാനം കൊണ്ട് സന്തോഷിക്കുന്നു, ഓപ്ഷൻ ബി കോകിലനാരി പോലെ പരഭൃത, ഓപ്ഷൻ സി നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നോട് ജന്മം, ഓപ്ഷൻ ഡി സത്യധർമാദി വെടിഞ്ഞ പുരുഷൻ. ഇവിടെ ഏതാണ്? കോകിലനാരി പോലെ പരഭൃത. ഓപ്ഷൻ ബി കോകിലനാരി പോലെ പരഭൃത. സുന്ദരി ശകുന്തള പിന്നെയും ഉര ചെയ്താൾ, നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും, കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നീലേതും, അത് പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലമത്രേ. കടുകുമണിയോളമുള്ള എൻ്റെ ദോഷം അങ്ങ് കാണുന്നു, ആനയോളം വലിപ്പമുള്ള അങ്ങയുടെ തെറ്റ് കാണുന്നുമില്ല. ആനയോളം പോന്ന സ്വന്തം ദോഷത്തെ കാണാതെ അന്യരുടെ കടുകിനോളം പോന്ന ദോഷത്തെ കാണുന്നത് പണ്ഡിതന്മാർക്ക് പോലുമുള്ള ശീലമാണ്. അല്ലയോ രാജാവേ, അങ്ങും അപ്രകാരമാണ്. അന്യരുടെ കടുകുമണി പോലെയുള്ള ദോഷങ്ങൾ പോലും കണ്ടെത്തുന്ന ദുഷ്യന്തൻ തൻ്റെ തന്നെ വലിയ ദോഷങ്ങൾ തിരിച്ചറിയുന്നില്ലെന്നാണ് ശകുന്തള ഇവിടെ സൂചിപ്പിക്കുന്നത്. ചോദ്യങ്ങൾ. നിന്ദാവാണികൾ കേട്ട് മന്ദാക്ഷഭാവത്തോടെ നിന്നതാരാണ്? ഓപ്ഷൻ എ ശീലാവതി, ഓപ്ഷൻ ബി കേശിനി, ഓപ്ഷൻ സി ദമയന്തി, ഓപ്ഷൻ ഡി ശകുന്തള. ഉത്തരം ഓപ്ഷൻ ഡി ശകുന്തള. മന്ദാക്ഷഭാവം എന്നതിൻ്റെ അർത്ഥമെന്താണ്? എ ലജ്ജാഭാവം, ബി സന്തോഷഭാവം, സി നിരാശാഭാവം, ഓപ്ഷൻ ഡി പ്രതികാരഭാവം. ഉത്തരം ഓപ്ഷൻ എ ലജ്ജാഭാവം. പണ്ഡിതന്മാർക്ക് പോലും ഉള്ളൊരു ശീലമത്രേ. എന്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അന്യൻ്റെ ദോഷങ്ങൾ തിരിച്ചറിയാത്തതിനെക്കുറിച്ച്, ഓപ്ഷൻ ബി തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ച്, ഓപ്ഷൻ സി മറ്റുള്ളവരെ പുച്ഛിക്കുന്നതിനെക്കുറിച്ച്, ഓപ്ഷൻ ഡി സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയാത്തതിനെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്,
സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയാത്തതിനെക്കുറിച്ച്. 4-ാമത്തെ ചോദ്യം, പണ്ഡിതന്മാർക്ക് പോലുമുള്ള ദോഷമായി ശകുന്തള ചൂണ്ടിക്കാട്ടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ സ്വന്തം ദോഷം കാണൽ, ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ ദോഷം മാത്രം കാണൽ, ഓപ്ഷൻ സി കടുകിൻ മണി കാണൽ, ഓപ്ഷൻ ഡി ഗജമാത്രം ദോഷം കാണൽ. ഉത്തരം ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ ദോഷം മാത്രം കാണൽ. അടുത്ത വരികൾ, നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, മന്നിടത്തിങ്കൽ എന്നി നിനക്ക് ചരിക്കാമോ, മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാം എന്നെനിക്കെടോ. ദുഷ്യന്തൻ്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് തൻ്റെ ജനനമെന്ന് ശകുന്തള പറയുന്നു. അപ്സരസായ മേനകയുടെയും രാജർഷിയായ വിശ്വാമിത്ര മഹർഷിയുടെയും പുത്രിയായ തൻ്റെ ജന്മം എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്. മനുഷ്യനായ ദുഷ്യന്തന് കേവലം ഭൂമിയിലൂടെ മാത്രമേ സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. ദേവസ്ത്രീയായ തനിക്ക് ഭൂമിയിലും ആകാശത്തിലും, അതായത് ദേവലോകത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും. ഇങ്ങനെ തൻ്റെ ജന്മത്തിൻ്റെ ശ്രേഷ്ഠത അവൾ വ്യക്തമാക്കുന്നു. ചോദ്യങ്ങൾ. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ ദുഷ്യന്തൻ ശകുന്തളയോട്, ഓപ്ഷൻ ബി വിശ്വാമിത്രൻ മേനകയോട്, ഓപ്ഷൻ സി ദമയന്തി നളനോട്, ഓപ്ഷൻ ഡി ശകുന്തള ദുഷ്യന്തനോട്. ഉത്തരം ഓപ്ഷൻ ഡി ശകുന്തള ദുഷ്യന്തനോട് പറയുന്ന വാക്കുകളാണിത്. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, ശകുന്തള ദുഷ്യന്തനേക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് വ്യക്തമാക്കുന്ന ഈരടികൾ ഏവ? ഓപ്ഷൻ എ മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കെടോ. ഓപ്ഷൻ ബി സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാ സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. ഓപ്ഷൻ സി മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ, സാരജ്ഞനല്ലൊട്ടും ഓർത്തോളം ധാത്രീശ ഭവാൻ. ഓപ്ഷൻ ഡി കോകിലനാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കെടോ. ദുഷ്യന്തൻ്റെ ജന്മത്തേക്കാൾ തൻ്റെ ജന്മം ശ്രേഷ്ഠമാണെന്നും തനിക്ക് ഭൂമിയിലും ആകാശത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുമെന്നും കേവലം മനുഷ്യനായ ദുഷ്യന്തന് ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ എന്നും തൻ്റെയും ദുഷ്യന്തൻ്റെയും ജന്മങ്ങൾ തമ്മിലുള്ള അന്തരം ശകുന്തള ഇവിടെ വ്യക്തമാക്കുന്നു. 3-ാമത്തെ ചോദ്യം, ശകുന്തളയുടെ ജന്മം ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണമെന്ത്? ഓപ്ഷൻ എ ഭൂമിയിലും ദേവലോകത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ, ഓപ്ഷൻ ബി ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ, ഓപ്ഷൻ സി ദേവലോകത്ത് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ, ഓപ്ഷൻ ഡി കോകില നാരിയായതിനാൽ. ശകുന്തളയുടെ ജന്മം ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം ഓപ്ഷൻ എ ഭൂമിയിലും ദേവലോകത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ. മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കെടോ. ഇവിടെ മേദിനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ പാതാളത്തെ, ഓപ്ഷൻ ബി സ്വർഗത്തെ, ഓപ്ഷൻ സി ആകാശത്തെ, ഓപ്ഷൻ ഡി ഭൂമിയെ. ഉത്തരം ഓപ്ഷൻ ഡി ഭൂമിയെ. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് ശകുന്തള പറയുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ മനുഷ്യസ്ത്രീയിൽ പിറന്നതുകൊണ്ട്, ഓപ്ഷൻ ബി ദേവസ്ത്രീയിൽ പിറന്നതുകൊണ്ട്, ഓപ്ഷൻ സി ആശ്രമകന്യകയായതുകൊണ്ട്, ഓപ്ഷൻ ഡി കണ്ണുമഹർഷി വളർത്തിയതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ദേവസ്ത്രീയിൽ പിറന്നതുകൊണ്ട്. ഭേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കുന്നേരം, ചേതസി വിചാരിക്ക് ഭൂപതി തിലകമേ, മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ, സാരജ്ഞനല്ലൊട്ടും ഓർത്തോളം ധാത്രീശ ഭവാൻ. എത്ര വലിയ അന്തരമാണ് നാം തമ്മിലുള്ളതെന്ന് രാജാവായ അങ്ങ് മനസ്സിലാക്കണം. മേരുപർവ്വതവും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. ദേവാംശമുള്ള താനും നിസ്സാരനായ ദുഷ്യന്തനും തമ്മിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ മഹാമേരു പർവ്വതവും വെറും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രാജാവായ അങ്ങ് ഇതിനെക്കുറിച്ച് സാരജ്ഞനല്ല, അറിവുള്ളവനല്ല എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ജ്ഞാനം രാജാവിനില്ലെന്നാണ് ശകുന്തള ഇവിടെ സൂചിപ്പിക്കുന്നത്. ചോദ്യങ്ങൾ. ഭേദവും തമ്മിലെത്ര പാരമുണ്ടോർക്കുന്നേരം, ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. ഇവിടെ ഭൂപതി തിലകം ആരാണ്? ഓപ്ഷൻ എ നളൻ, ഓപ്ഷൻ ബി ഋതുപർണൻ, ഓപ്ഷൻ സി ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി ഭരതൻ. ഉത്തരം ഓപ്ഷൻ സി ദുഷ്യന്തൻ. ആരാണ് ഇങ്ങനെ പറയുന്നത്?
ഓപ്ഷൻ എ ശകുന്തള, ഓപ്ഷൻ ബി ദമയന്തി, ഓപ്ഷൻ സി വിശ്വാമിത്രൻ, ഓപ്ഷൻ ഡി ദുഷ്യന്തൻ. ഉത്തരം ഓപ്ഷൻ എ ശകുന്തള. മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ. ഇവിടെ കടുക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ശകുന്തളയെ, ഓപ്ഷൻ ബി ഭരതനെ, ഓപ്ഷൻ സി ദുഷ്യന്തനെ, ഓപ്ഷൻ ഡി വിശ്വാമിത്രനെ. ഉത്തരം ഓപ്ഷൻ സി ദുഷ്യന്തനെ. ഇങ്ങനെ പറഞ്ഞതാര്? അല്ലെങ്കിൽ ഇവിടെ മേരുപർവ്വതം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ ഭരതൻ, ബി ശകുന്തള, സി ദുഷ്യന്തൻ, ഡി കണ്ണുമഹർഷി. ഉത്തരം ബി ശകുന്തള. സാരജ്ഞനല്ലൊട്ടും ഓർത്തോളം ധാത്രീശ ഭവാൻ. ഇവിടെ സൂചിപ്പിക്കുന്ന ധാത്രീശൻ, അതായത് രാജാവ് ആരാണ്? ധാത്രിയുടെ ഈശൻ, രാജാവ്, ഭൂമിയുടെ ഈശനായിട്ടുള്ള രാജാവ് ആരാണ്? ഓപ്ഷൻ എ നൈഷധൻ, ഓപ്ഷൻ ബി വിശ്വാമിത്രൻ, ഓപ്ഷൻ സി ഋതുപർണൻ, ഓപ്ഷൻ ഡി ദുഷ്യന്തൻ. ഉത്തരം ഓപ്ഷൻ ഡി ദുഷ്യന്തൻ. വലിയ പർവ്വതവും കടുകും തമ്മിലുള്ള അന്തരമുണ്ട് നമുക്ക് തമ്മിൽ. ഇവിടെ ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ശകുന്തളയെയും ദുഷ്യന്തനെയും, ഓപ്ഷൻ ബി നളനെയും ദമയന്തിയെയും, ഓപ്ഷൻ സി കേശിനിയെയും ബാഹുകനെയും, ഓപ്ഷൻ ഡി ശീലാവതിയെയും ഉഗ്രതപസ്സിനെയും. ഉത്തരം ഓപ്ഷൻ എ ശകുന്തളയെയും ദുഷ്യന്തനെയും. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. കണ്ണാടിയിൽ നോക്കുന്നതുവരെ സ്വന്തം മുഖം വളരെ സുന്ദരമാണെന്ന് വിരൂപന്മാർ വിചാരിക്കും. ദുഷ്യന്തനും അതുപോലെ സ്വന്തം വൈരൂപ്യം കാണാതെ പോകുന്നയാളാണെന്ന് ശകുന്തള പറയുന്നു. പാഠഭാഗത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ലോകോക്തി തന്നെയാണിത്. കണ്ണാടി സ്വന്തം രൂപത്തെയാണ് കാട്ടിത്തരുന്നത്. ദുഷ്യന്തനെ പോലെ വിരൂപന്മാരായ മനുഷ്യർ അതിലേക്ക് നോക്കുന്നത് വരെ സുന്ദരന്മാരായി സ്വയം വിചാരിച്ച് അഹങ്കരിക്കുന്നു. ഇവിടെ ദുഷ്യന്തൻ്റെ മനസ്സിലാണ് വൈരൂപ്യം. ദുഷ്യന്തൻ്റെ സ്വാർത്ഥതയും ദുഷ്ടമനസ്ഥിതിയുമാണിവിടെ വൈരൂപ്യമാകുന്നത്. ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ഈ വാക്കുകളിലൂടെ ശകുന്തള സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കണ്ണാടിയിൽ നോക്കിയാൽ വിരൂപന്മാർക്ക് സന്തോഷമാകും, ഓപ്ഷൻ ബി ദുഷ്യന്തന് ശാരീരിക വൈരൂപ്യമുണ്ട്, ഓപ്ഷൻ സി കണ്ണാടി നോക്കിയാൽ സുന്ദരന്മാർക്ക് തങ്ങൾ വിരൂപന്മാരാണെന്ന് തോന്നും, ഓപ്ഷൻ ഡി ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെക്കുറിച്ച് അറിവില്ല. ഉത്തരം ഓപ്ഷൻ ഡി ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെക്കുറിച്ച് അറിവില്ല. ഈ കാവ്യഭാഗം ഉൾപ്പെടുന്ന കൃതി ഏതാണ്? ഓപ്ഷൻ എ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഓപ്ഷൻ ബി ഹരിനാമകീർത്തനം, ഓപ്ഷൻ സി മഹാഭാരതം കിളിപ്പാട്ട്, ഓപ്ഷൻ ഡി ശിവരാത്രി മാഹാത്മ്യം. ഉത്തരം ഓപ്ഷൻ സി മഹാഭാരതം കിളിപ്പാട്ട്. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പണ്ഡിതന്മാർ, ഓപ്ഷൻ ബി രാജാക്കന്മാർ, ഓപ്ഷൻ സി വിരൂപന്മാർ, ഓപ്ഷൻ ഡി സുന്ദരന്മാർ. ഉത്തരം ഓപ്ഷൻ സി വിരൂപന്മാർ. കണ്ണാടി കാൺമോളവും എന്ന ശീർഷകത്തിൻ്റെ അർത്ഥമെന്താണ്? ഓപ്ഷൻ എ കണ്ണാടി കണ്ടിരിക്കണം, ഓപ്ഷൻ ബി സൗന്ദര്യബോധമുണ്ടാകണം, ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധമുണ്ടാകണം, ഓപ്ഷൻ ഡി സത്യധർമ്മങ്ങൾ വെടിയണം. ഉത്തരം ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധമുണ്ടാകണം. സ്വന്തം തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ദുഷ്ടജനങ്ങൾ സ്വന്തം കഴിവിലും പ്രവൃത്തിയിലും എപ്പോഴും ശരികൾ കണ്ടെത്തി ജീവിക്കുന്നവരാണ്. സ്വാർത്ഥതയും ആത്മപ്രശംസയും മനുഷ്യരെ എത്രമാത്രം വിരൂപന്മാരാക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിൽ യാഥാർത്ഥ്യബോധത്തിൻ്റെ കണ്ണാടി കരുതി വയ്ക്കണമെന്ന ഉപദേശമാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ നൽകുന്നത്. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നെ കുറ്റമൊന്നറിയുകയുമില്ല, കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. കുറ്റമില്ലാത്ത ജനങ്ങൾ, അതായത് സജ്ജനങ്ങൾ, ഒരിക്കലും മറ്റുള്ളവരെ നിന്ദിക്കുകയില്ല. അവർ തങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ട് കുറ്റമുള്ളവരെയോ കുറവുകളുള്ളവരെയോ നിന്ദിക്കാറില്ല. എന്നാൽ ദുർജനങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അവർ അന്യരുടെ കുറ്റവും കുറവുകളും കണ്ടെത്തി അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഇത്തരക്കാർ സ്വന്തം കുറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയോ തിരിച്ചറിയാതിരിക്കുകയോ ചെയ്യുന്നു. ചോദ്യങ്ങൾ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നെ കുറ്റമൊന്നറിയുകയുമില്ല. ആരാണ് തങ്ങളുടെ കുറ്റം മനസ്സിലാക്കാത്തത്? ഓപ്ഷൻ എ കുറ്റമില്ലാത്ത ജനം,
ഓപ്ഷൻ ബി കുറ്റമുള്ള ജനം, ഓപ്ഷൻ സി ക്രുദ്ധനായ സർപ്പം, ഓപ്ഷൻ ഡി മത്തേഫം. ഉത്തരം കുറ്റമുള്ള ജനം. കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. ആരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? എ ദുഷ്യന്തനെക്കുറിച്ച്, ബി മത്തേഫത്തെക്കുറിച്ച്, സി കുറ്റമുള്ള ജനങ്ങളെക്കുറിച്ച്, ഡി കുറ്റമില്ലാത്ത ജനങ്ങളെക്കുറിച്ച്. ഉത്തരം കുറ്റമില്ലാത്ത ജനങ്ങളെക്കുറിച്ച്. കുറ്റമില്ലാത്ത ജനങ്ങൾ കുറ്റമുള്ളവരെ പോലും അല്പം പോലും നിന്ദിക്കാറില്ല. മത്തേഫം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും, സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ, സജ്ജനത്തിന് നിന്ദയില്ല ദുർജനത്തെയും. എന്നും ശുദ്ധജലത്തിൽ കുളിച്ചാലും മത്തേഫത്തിന്, അതായത് മതയാനയ്ക്ക് പാംസുസ്നാനം, അതായത് മണ്ണിൽ കുളിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. നിത്യവും തെളിഞ്ഞ ജലത്തിൽ കുളിച്ചാലും മതയാനയ്ക്ക് മണ്ണിൽ കുളിക്കുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അതായത് എന്നും തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും മതയാനയ്ക്ക് പൊടി കൊണ്ടുള്ള കുളിയാണ് സന്തോഷം പകരുന്നത്. ഇതുപോലെ ദുർജനങ്ങൾ സജ്ജനങ്ങളെ നിന്ദിച്ചാണ് സന്തോഷിക്കുന്നത്. തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കുളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതയാനയെ പോലെയാണ് നല്ല ആളുകളെ നിന്ദിച്ച് സന്തോഷം കണ്ടെത്തുന്ന ദുർജനങ്ങൾ. ഈ വരികളിലൂടെ ദുഷ്യന്തൻ്റെ ദുഷിച്ച സ്വഭാവത്തെ ശകുന്തള ചൂണ്ടിക്കാട്ടുകയാണ്. ദുർജന സ്വഭാവത്തെ മതയാനയോട് സാമ്യപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ്. അന്യരെ കുറ്റപ്പെടുത്തുമ്പോൾ ദുർജനങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷത്തിന് സമാനമാണ് മതയാനയുടെ പാംസുസ്നാനം. ഇതിലൂടെ ലോകതത്വത്തെ സൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയ്ക്ക് സാധിച്ചിരിക്കുന്നു. ഈ ഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മത്തേഫം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. ഈ വരികളിൽ മത്തേഫം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരെയാണ്? ഓപ്ഷൻ എ ദുഷ്യന്തനെ, ഓപ്ഷൻ ബി കണ്വനെ, ഓപ്ഷൻ സി ആനയെ, ഓപ്ഷൻ ഡി ദുർജനങ്ങളെ. ഉത്തരം ഓപ്ഷൻ എ ദുഷ്യന്തനെ. ഇങ്ങനെ പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ ദുഷ്യന്തൻ, ഓപ്ഷൻ ബി ശകുന്തള, ഓപ്ഷൻ സി ഭരതൻ, ഓപ്ഷൻ ഡി കൗശികൻ. ഉത്തരം ഓപ്ഷൻ ബി ശകുന്തള. മത്തേഫം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഈ വരികളുമായി ബന്ധപ്പെട്ട ശരിയായ സൂചന കണ്ടെത്തുക. ഓപ്ഷൻ എ ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്നത്, ഓപ്ഷൻ ബി ശീലാവതി ഭർത്താവിനോട് പറയുന്നത്, ഓപ്ഷൻ സി ശകുന്തള ദുഷ്യന്തനോട് പറയുന്നത്, ഓപ്ഷൻ ഡി അശരീരിയായി കേൾക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ശകുന്തള ദുഷ്യന്തനോട് പറയുന്നത്. സജ്ജന നിന്ദ കൊണ്ട് സന്തോഷിക്കുന്നതാരാണ്? ഓപ്ഷൻ എ പണ്ഡിതൻ, ഓപ്ഷൻ ബി പാമരൻ, ഓപ്ഷൻ സി രാജാക്കന്മാർ, ഓപ്ഷൻ ഡി ദുർജനം. ഉത്തരം ഓപ്ഷൻ ഡി ദുർജനം. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. ദുർജനം സന്തോഷിപ്പൂ എപ്പോൾ? എ ദുർജനങ്ങളെ കാണുമ്പോൾ, ബി സജ്ജനങ്ങളെ കാണുമ്പോൾ, സി സജ്ജനങ്ങളെ നിന്ദിക്കുമ്പോൾ, ഡി ദുർജനങ്ങളെ നിന്ദിക്കുമ്പോൾ. സജ്ജനങ്ങളെ നിന്ദിക്കുമ്പോഴാണ് ദുർജനം സന്തോഷിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി സജ്ജനങ്ങളെ നിന്ദിക്കുമ്പോൾ. ആരെ നിന്ദിക്കുമ്പോഴാണ് ദുർജനം സന്തോഷിക്കുന്നത്? ഓപ്ഷൻ എ സ്ത്രീജനങ്ങളെ, ഓപ്ഷൻ ബി രാജാക്കന്മാരെ, ഓപ്ഷൻ സി മഹർഷിമാരെ, ഓപ്ഷൻ ഡി സജ്ജനങ്ങളെ. ഉത്തരം ഓപ്ഷൻ ഡി സജ്ജനങ്ങളെ. മത്തേഫം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ. ഇത് ദുഷ്യന്തൻ്റെ ഏത് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സ്ത്രീകളെ നിന്ദിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തൽ, ബി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ദുർജനങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദം, സി സ്ത്രീകൾ ധിക്കാരികളാണെന്ന കാഴ്ചപ്പാട്, ഡി സ്ത്രീ അബലയാണെന്ന ധാരണ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ദുർജനങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കേണം, മൂർഖനാം അവനോട് പണ്ഡിതന് ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. സത്യം ധർമ്മം ആദിയായവ ഉപേക്ഷിച്ച പുരുഷനെ കോപിഷ്ഠനായ സർപ്പത്തേക്കാൾ പേടിക്കണം. മൂർഖൻ അതായത് ദുഷ്ടൻ ആയിട്ടുള്ള അവനോട് വിവേകിയായിട്ടുള്ളവൻ നന്മയെയും തിന്മയെയും കുറിച്ച് പഠിപ്പിച്ചാൽ അവൻ തിന്മയെ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അതായത് ഇത്തരത്തിൽ സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ ഭയപ്പെടണം. മൂർഖനായിട്ടുള്ള അവനോട് പണ്ഡിതന്മാർ ശുഭാശുഭങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മൂർഖൻ അതെല്ലാം അശുഭമായേ മനസ്സിലാക്കുകയുള്ളൂ. ചോദ്യങ്ങൾ:
സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷന് യോജിക്കുന്ന വിശേഷണം ഏതാണ്? ഓപ്ഷൻ എ കണയേറ്റ കരിമ്പുലി, ഓപ്ഷൻ ബി വാലിൽ കിളരും കരിമൂർഖൻ, ഓപ്ഷൻ സി നോറ്റുകിടക്കും ഈറ്റപ്പുലി, ഓപ്ഷൻ ഡി ക്രുദ്ധനാം സർപ്പം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്രുദ്ധനാം സർപ്പം. സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കണം. രണ്ടാമത്തെ ചോദ്യം, ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്ന് ശകുന്തള പറയുന്നത് ആരെപ്പറ്റിയാണ്? ഓപ്ഷൻ എ സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ, ഓപ്ഷൻ ബി സജ്ജനത്തെ, ഓപ്ഷൻ സി സുഹൃത്തിനെ, ഓപ്ഷൻ ഡി മത്തേഭത്തെ. ഉത്തരം ഓപ്ഷൻ എ സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ എന്തിനേക്കാളും പേടിക്കണമെന്നാണ് ശകുന്തള പറയുന്നത്? ഓപ്ഷൻ എ പേ പിടിച്ച നായയേക്കാൾ, ഓപ്ഷൻ ബി മദം പൊട്ടിയ ആനയേക്കാൾ, ഓപ്ഷൻ സി ക്രുദ്ധനായ സർപ്പത്തേക്കാൾ, ഓപ്ഷൻ ഡി സൂത്രശാലിയായ കുറുക്കനേക്കാൾ. ഉത്തരം ഓപ്ഷൻ സി ക്രുദ്ധനായ സർപ്പത്തേക്കാൾ. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ ഗ്രഹിക്കുന്നതെന്ത്? ഓപ്ഷൻ എ ശുഭം, ഓപ്ഷൻ ബി അശുഭം, ഓപ്ഷൻ സി അശരീരി, ഓപ്ഷൻ ഡി ഒന്നും ഗ്രഹിക്കില്ല. ഉത്തരം ഓപ്ഷൻ ബി അശുഭം. മൂർഖൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ സജ്ജനത്തെ, ഓപ്ഷൻ ബി വിഡ്ഢിയെ, ഓപ്ഷൻ സി ക്രുദ്ധനായ സർപ്പത്തെ, ഓപ്ഷൻ ഡി സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ. ഉത്തരം ഓപ്ഷൻ ഡി സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ. വെട്ടുപോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. ഈ ചൊല്ലുമായി യോജിക്കുന്ന വരികളേതാണ്? എ കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ബി മത്തേഭം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. സി മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. ഡി നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞ് പാലന്നം എന്നതുപോലെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞ് പാലന്നം എന്നതുപോലെ. പാലും വെള്ളവും യോജിപ്പിച്ച് കൊടുത്താൽ അരയന്നം അതിൽ നിന്ന് പാൽ മാത്രം വേർതിരിച്ചു കുടിക്കും. അതുപോലെ മനസ്സിൽ നന്മയുള്ളവർ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കും. വെള്ളത്തെ വെടിഞ്ഞ് പാലിനെ അന്നം കുടിക്കുന്നത് പോലെ നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിക്കുന്നു എന്ന പ്രയോഗം മലയാളത്തിൻ്റെ മാധുര്യമാണ്. ഇവിടെ നാട്ടുമലയാള പദത്തിൽ സംസ്കൃത സാഹിത്യത്തിൽ പ്രചാരത്തിലുള്ള അരയന്നം എന്ന കവിസങ്കല്പത്തെ ആവിഷ്കരിച്ചിരിക്കുന്നു. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും ഏതുപോലെ? ഓപ്ഷൻ എ മത്തേഭം പാംസുസ്നാനം ചെയ്യുന്നത് പോലെ, ഓപ്ഷൻ ബി അരയന്നം വെള്ളവും പാലും കൂടിക്കലർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് വേർതിരിച്ച് ഭക്ഷിക്കുന്നത് പോലെ, ഓപ്ഷൻ സി പാല് കൊടുക്കുന്ന കയ്യിൽ കൊത്തുന്ന പാമ്പിനെ പോലെ, ഓപ്ഷൻ ഡി പല്ലിന് ശൗര്യം നഷ്ടപ്പെട്ട നായയെപ്പോലെ. ഉത്തരം ഓപ്ഷൻ ബി അരയന്നം വെള്ളവും പാലും കൂടിക്കലർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് വേർതിരിച്ച് ഭക്ഷിക്കുന്നത് പോലെ. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും എന്ന ആശയത്തിന് യോജിച്ചത് ഏതാണ്? ഓപ്ഷൻ എ ആന ശുദ്ധജലത്തിൽ കുളിച്ചാൽ തൃപ്തിയടയും. ഓപ്ഷൻ ബി കണ്ണാടി കണ്ടാലും വിരൂപന്മാർ സന്തോഷിക്കും. ഓപ്ഷൻ സി അരയന്നം പാലും വെള്ളവും കലർന്നതിൽ നിന്ന് പാൽ മാത്രം കുടിക്കും. ഓപ്ഷൻ ഡി സജ്ജനങ്ങൾ കുറ്റമുള്ളവരെ നിന്ദിക്കും. ഉത്തരം ഓപ്ഷൻ സി അരയന്നം പാലും വെള്ളവും കലർന്നതിൽ നിന്ന് പാൽ മാത്രം കുടിക്കും. അരയന്നം വെള്ളം ഒഴിവാക്കി പാൽ മാത്രം കുടിക്കുന്നു. ഏത് കാര്യം സൂചിപ്പിക്കാനാണ് ഈ ഉദാഹരണം പറയുന്നത്? ഓപ്ഷൻ എ നല്ലവർ നല്ലത് മാത്രം സ്വീകരിക്കും. ബി നല്ലവർ ചീത്ത കാര്യങ്ങൾ മാത്രം സ്വീകരിക്കും. ഓപ്ഷൻ സി ദുർജനം നല്ലത് സ്വീകരിക്കും. ഓപ്ഷൻ ഡി അരയന്നം നല്ലവരെ ഇഷ്ടപ്പെടും. ഉത്തരം നല്ലവർ നല്ലത് മാത്രം സ്വീകരിക്കും. എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന് അശരീരി തന്നെ വാക്യം കേട്ടു. ഭരിച്ചു കൊള്ളുക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും. സ്ത്രീത്വത്തെ അപമാനിച്ച ദുഷ്യന്തനോട് ശകുന്തള ഇപ്രകാരം കുറിക്കുകൊള്ളുന്ന മറുപടി പറയുന്ന സമയത്ത് ആകാശത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുന്നു. കൗശികൻ്റെ, അതായത് വിശ്വാമിത്രൻ്റെ മകളും ദേവസ്ത്രീ സമയമായ ശകുന്തളയെയും സ്വന്തം പുത്രനെയും സ്വീകരിക്കുവാൻ ദുഷ്യന്തനോട് അശരീരിയിലൂടെ ദേവന്മാർ ആവശ്യപ്പെടുന്നു. ഇനി ഈ ഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം.
എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന് അശരീരി തന്നെ വാക്യം കേട്ടു. അശരീരി വാക്യം എന്ത്? ഓപ്ഷൻസ്: എ. സുരസ്ത്രീക്ക് തുല്യയായ ശകുന്തളയെയും നിന്റെ പുത്രനെയും സ്വീകരിക്കുക. ബി. ശകുന്തള പരഭൃതയായതിനാൽ അവളെ ഉപേക്ഷിക്കുക. സി. അഹങ്കാരിയായ ശകുന്തളയെ ഉപേക്ഷിച്ച് നിന്റെ പുത്രനെ സ്വീകരിക്കുക. ഡി. കുലടയായ ശകുന്തളയെയും അവളുടെ പുത്രനെയും ശിക്ഷിക്കുക. ഉത്തരം ഓപ്ഷൻ എ. സുരസ്ത്രീക്ക് തുല്യയായ ശകുന്തളയെയും നിന്റെ പുത്രനെയും സ്വീകരിക്കുക. ഭരിച്ചു കൊൾക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും. നീ ആര്? ഓപ്ഷൻ എ. കൗശികൻ, ഓപ്ഷൻ ബി. ഭരതൻ, ഓപ്ഷൻ സി. ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി. ലക്ഷ്മണൻ. ഉത്തരം ഓപ്ഷൻ സി. ദുഷ്യന്തൻ. കൗശികപുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ. ദമയന്തിയെ, ഓപ്ഷൻ ബി. കേശിനിയെ, ഓപ്ഷൻ സി. ശീലാവതിയെ, ഓപ്ഷൻ ഡി. ശകുന്തളയെ. ഉത്തരം ഓപ്ഷൻ ഡി. ശകുന്തളയെ. ഇവിടെ സൂചിപ്പിക്കുന്ന കൗശികൻ ആര്? ഓപ്ഷൻ എ. കണ്വമഹർഷി, ഓപ്ഷൻ ബി. വിശ്വാമിത്രൻ, ഓപ്ഷൻ സി. ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി. വസിഷ്ഠൻ. ഉത്തരം ഓപ്ഷൻ ബി. വിശ്വാമിത്രൻ. ഭരിച്ചു കൊൾക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും. തവ പുത്രൻ ആരാണ്? ഓപ്ഷൻ എ. ബാഹുകൻ, ഓപ്ഷൻ ബി. ഭരതൻ, ഓപ്ഷൻ സി. ദുഷ്യന്തൻ, ഓപ്ഷൻ ഡി. ദീർഘാപാങ്കൻ. ഉത്തരം ഓപ്ഷൻ ബി. ഭരതൻ. ആരുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്ത വരികൾ? ഓപ്ഷൻ എ. വിശ്വാമിത്രൻ്റെ, ഓപ്ഷൻ ബി. ദുഷ്യന്തൻ്റെ, ഓപ്ഷൻ സി. അശരീരിയുടെ, ഓപ്ഷൻ ഡി. ജനക്കൂട്ടത്തിൻ്റെ. ഉത്തരം ഓപ്ഷൻ സി. അശരീരിയുടെ. എവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്? ഓപ്ഷൻ എ. കൊട്ടാരത്തിൽ വെച്ച്, ഓപ്ഷൻ ബി. മാലിനി തടത്തിൽ വെച്ച്, ഓപ്ഷൻ സി. സ്വർഗലോകത്ത് വെച്ച്, ഓപ്ഷൻ ഡി. ആശ്രമത്തിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ എ. കൊട്ടാരത്തിൽ വെച്ച്. ഭരിച്ചു കൊൾക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും. സുരസ്ത്രീക്ക് തുല്യയായിട്ടുള്ളവൾ ആരാണ്? ഓപ്ഷൻ എ. അനസൂയ, ഓപ്ഷൻ ബി. പ്രിയംവദ, ഓപ്ഷൻ സി. ശകുന്തള, ഓപ്ഷൻ ഡി. ഗൗതമി. ഉത്തരം ഓപ്ഷൻ സി. ശകുന്തള. പാഠഭാഗമേത്? ഓപ്ഷൻ എ. കേശിനി മൊഴി, ഓപ്ഷൻ ബി. കിരാതവൃത്തം, ഓപ്ഷൻ സി. ഗൗളിജന്മം, ഓപ്ഷൻ ഡി. കണ്ണാടി കാൺമൂളവും. ഉത്തരം ഓപ്ഷൻ ഡി. കണ്ണാടി കാൺമൂളവും. ഭരതനെന്ന നാമം അതിനാലെന്ന് വാനോർ ധരണീപതിയോട് ചൊന്നത് കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ. രാജ്യഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കണമെന്നും അങ്ങനെ അവൻ ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരുമെന്നും അശരീരിയിൽ പറയുകയുണ്ടായി. ദുഷ്യന്തൻ ദേവന്മാരുടെ വാക്കുകൾ ശിരസാവഹിച്ചു. ശകുന്തളയെ അദ്ദേഹം പത്നിയായി സ്വീകരിച്ചപ്പോൾ ദേവലോകത്ത് നിന്ന് മംഗളവാദ്യങ്ങൾ മുഴങ്ങി. തുടർന്ന് ശകുന്തള ഭർത്താവിനോടൊപ്പം സന്തോഷപൂർവ്വം കഴിഞ്ഞു. ഭരതൻ എന്ന നാമം അതിനാലെന്ന് വാനോർ ധരണീപതിയോടു ചൊന്നതു കേട്ട മൂലം. ആരാണിവിടെ ധരണീപതി? ഓപ്ഷൻ എ. ദുഷ്യന്തൻ, ഓപ്ഷൻ ബി. വിശ്വാമിത്രൻ, ഓപ്ഷൻ സി. കണ്വൻ, ഓപ്ഷൻ ഡി. കൗശികൻ. ഉത്തരം ഓപ്ഷൻ എ. ദുഷ്യന്തൻ. ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്ന ഭരതൻ ആരാണ്? ഓപ്ഷൻ എ. ശ്രീരാമൻ്റെ സഹോദരൻ, ഓപ്ഷൻ ബി. കണ്വ മഹർഷിയുടെ ശിഷ്യൻ, ഓപ്ഷൻ സി. ശകുന്തളയുടെ പുത്രൻ, ഓപ്ഷൻ ഡി. വിശ്വാമിത്രൻ്റെ മകൻ. ഉത്തരം ഓപ്ഷൻ സി. ശകുന്തളയുടെ പുത്രൻ. ഭരതൻ എന്ന പേരിൽ പുത്രൻ പ്രസിദ്ധനായി തീരുമെന്ന് ദുഷ്യന്തനോട് പറഞ്ഞതാരാണ്? ഓപ്ഷൻ എ. കണ്വൻ, ഓപ്ഷൻ ബി. വാനോർ അല്ലെങ്കിൽ ദേവന്മാർ, ഓപ്ഷൻ സി. വിശ്വാമിത്രൻ, ഓപ്ഷൻ ഡി. മന്ത്രിമാർ. ഉത്തരം ഓപ്ഷൻ ബി. വാനോർ അല്ലെങ്കിൽ ദേവന്മാർ. ഇവ ഒഴിവാക്കി അശരീരി എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതും ഉത്തരമായി സ്വീകരിക്കാം. കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു. ആരെയാണ് കൈക്കൊണ്ടത്? നളൻ ദമയന്തിയെ, ദുഷ്യന്തൻ ശകുന്തളയെ, വിശ്വാമിത്രൻ മേനകയെ, കണ്വൻ ശകുന്തളയെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദുഷ്യന്തൻ ശകുന്തളയെ. വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ. ആര്? ഓപ്ഷൻ എ. ദമയന്തി, ഓപ്ഷൻ ബി. കേശിനി, ഓപ്ഷൻ സി. ശകുന്തള, ഓപ്ഷൻ ഡി. മേനക. ഉത്തരം ഓപ്ഷൻ സി. ശകുന്തള. വല്ലഭനാര്? ഓപ്ഷൻ എ. നളൻ, ഓപ്ഷൻ ബി. കൗശികൻ, ഓപ്ഷൻ സി. ഋതുപർണൻ, ഓപ്ഷൻ ഡി. ദുഷ്യന്തൻ. ഉത്തരം ഓപ്ഷൻ ഡി. ദുഷ്യന്തൻ. ഇനി നമുക്ക് കവി പരിചയത്തിലേക്ക് കടക്കാം.
തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജീവിത കാലഘട്ടം ഏത്? ഓപ്ഷൻ എ 18-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ബി 19-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ സി 16-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ഡി 15-ാം നൂറ്റാണ്ട്. ഉത്തരം ഓപ്ഷൻ സി 16-ാം നൂറ്റാണ്ട്. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമേത്? ഓപ്ഷൻ എ പത്തനംതിട്ടയ്ക്കടുത്തുള്ള കടമ്മനിട്ട, ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ, ഓപ്ഷൻ സി ഇരിങ്ങാലക്കുട അകത്തോട്ട് വാര്യത്ത്, ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശിമംഗലം. ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ. ഇതിൽ പത്തനംതിട്ടയ്ക്കടുത്തുള്ള കടമ്മനിട്ട രാമകൃഷ്ണൻ്റെയും ഇരിങ്ങാലക്കുട അകത്തോട്ട് വാര്യത്ത് ഉണ്ണായി വാര്യരുടെയും പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശിമംഗലം കുഞ്ചൻ നമ്പ്യാരുടെയും ജന്മസ്ഥലമാണ്. മലയാള ഭാഷാ പിതാവ് എന്ന് സാഹിത്യ ചരിത്രം ആദരിക്കുന്ന കാവ്യഗുരുവാരാണ്? ഓപ്ഷൻ എ ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ സി ചെറുശ്ശേരി, ഓപ്ഷൻ ഡി തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഉത്തരം ഓപ്ഷൻ ഡി തുഞ്ചത്ത് എഴുത്തച്ഛൻ. പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യസവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യപ്രപഞ്ചം സൃഷ്ടിച്ച കവി ആരാണ്? ഓപ്ഷൻ എ ചെറുശ്ശേരി, ഓപ്ഷൻ ബി എഴുത്തച്ഛൻ, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ ഡി ഉണ്ണായി വാര്യർ. ഉത്തരം ഓപ്ഷൻ ബി എഴുത്തച്ഛൻ. ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യം നിർവഹിച്ച കവിയാര്? ഓപ്ഷൻ എ ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ സി കടമ്മനിട്ട രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഉത്തരം ഓപ്ഷൻ ഡി തുഞ്ചത്ത് എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ചെറുശ്ശേരി, ഓപ്ഷൻ ബി എഴുത്തച്ഛൻ, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ ഡി ഉണ്ണായി വാര്യർ. ഉത്തരം ഓപ്ഷൻ ബി എഴുത്തച്ഛൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുത്തച്ഛൻ്റേതെന്ന് ഉറപ്പിച്ചു പറയാവുന്ന കൃതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഓപ്ഷൻ ബി നളചരിതം സന്താനഗോപാലം, ഓപ്ഷൻ സി സൂര്യശില ഗോദോയെ കാത്ത്, ഓപ്ഷൻ ഡി കൃഷ്ണഗാഥ ചെറുശ്ശേരി ഭാരതം. ഉത്തരം ഓപ്ഷൻ എ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കാവ്യഭാഷയുടെ കരുത്തിനും കാന്തിക്കും നിദർശനമാണ് ശകുന്തളോപാഖ്യാനത്തിലെ വരികൾ. ഇങ്ങനെ നിരീക്ഷിച്ചതാരാണ്? ഓപ്ഷൻ എ ചെറുശ്ശേരി, ഓപ്ഷൻ ബി എഴുത്തച്ഛൻ, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ ഡി ONV കുറുപ്പ്. ഉത്തരം ഓപ്ഷൻ ഡി ONV കുറുപ്പ്. എഴുത്തച്ഛൻ എന്ന കൃതിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്.